നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അകല ബിറജുലിൻ മുസ്ലിമിൻ അക്ലതൻ, ഒരാൾ ഒരു മുസ്ലിമിനെ തിന്നാൽ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ അഭിമാനം പിച്ചി ചീന്തുന്ന രൂപത്തിൽ അവനെ ഗീബത്ത് പറഞ്ഞാൽ ഒരു തവണ, അക്ലതൻ എന്നാണ് ഒറ്റ തീറ്റ തിന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നല്ലാഹ യുതഇമുഹു മിസ്ലഹാ ഫീ ജഹന്നം, നാളെ നരകത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു അവന് ഭക്ഷണം കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെയുള്ളത് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുസ്ലിമിന്റെ പച്ചമാംസം തിന്നതുപോലെയാണ്. അതിന് ശിക്ഷ എന്താണ്? നരകത്തിൽ നിന്ന് അല്ലാഹു അവനെ തീറ്റിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവൻ നരകത്തിലാണ്. അപ്പൊ നരകത്തിൽ അവൻ ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഗീബത്ത് എന്ന് പറയുന്ന ചിന്ത. വളരെയധികം ശ്രദ്ധിക്കണം. ഇതിന് അനുവദനീയമായ ചില വകുപ്പുകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അനുവദനീയമായ വകുപ്പുകളും ഹറാമായ വകുപ്പുകളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ അപകടം ചെയ്യും. ഗീബത്തിന് ചില അനുവദനീയമായ സന്ദർഭങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഹറാമിലേക്ക് ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അത് ഏത് ഗീബത്താണ് ഹറാം, ഏതൊക്കെ സന്ദർഭത്തിലാണ് ഗീബത്ത് ഹലാലാകുന്നത്, ആ ഹലാലാകുന്ന സന്ദർഭം മാത്രം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഗീബത്ത് വൻപാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഹലാലിന്റെ വഴിയിലൂടെ പ്രവേശിച്ച്, ആ വാതിലിലൂടെ പ്രവേശിച്ച് ഹറാമിലേക്ക് എത്തുന്ന അവസ്ഥയും ഉണ്ടാകരുത്. കഴിഞ്ഞ ഖുതുബ കഴിഞ്ഞതിന് ശേഷം ഒരു സഹോദരൻ ചോദിച്ചു, നിക്കാഹിന്റെ സന്ദർഭത്തിൽ വിവാഹം അന്വേഷിക്കാൻ വരുമ്പോ അവൻ ആ ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് കൃത്യമായി വിവരം കൊടുക്കുന്നത് ഗീബത്താണോ എന്നുള്ളത്. ഗീബത്തല്ല, അവിടെ കൃത്യമായ വിവരം തന്നെ നമ്മൾ കൊടുക്കണം. ഒരു കല്യാണത്തിന്റെ വിഷയത്തിൽ ഒരു ചെക്കനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കുറിച്ച് അന്വേഷണം വരുമ്പോൾ ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. അതൊരിക്കലും ഗീബത്തല്ല. ഇസ്ലാം അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മാതൃക കാണിച്ചിട്ടുള്ള കാര്യമാണത്. കാരണം ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാളുകൾക്ക് മറച്ചുവെക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് വെളിവാക്കണം. അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തെ അത് ബാധിക്കും. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ ആ വിഷയം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹലാലായ വകുപ്പുകളിലൂടെ ആ ഹലാലായ ഗീബത്തിനെ മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം സംഭവിച്ചാൽ നമ്മൾ ഹറാമിലേക്ക് ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്രമാത്രം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ ഗീബത്ത് എന്നുള്ളത്. അതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഹറാമായ ഗീബത്ത് ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഹലാലായ ഭാഗങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷേ ഈ ഗീബത്ത് നമ്മളൊക്കെ മനസ്സിലാക്കിയതിൽ നിന്ന് എത്രയോ ദഖീഖായ സൂക്ഷ്മമായ കാര്യമാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള ഹദീസ്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തന്നെ വിശദീകരിച്ചല്ലോ, ദിക്റുക അഖാക ബിമാ യക്റഹ്, തന്റെ സഹോദരനെ കുറിച്ച് അവനിൽ ഉള്ളത് പറയുന്നതാണ്, അവൻ ഇഷ്ടമില്ലാത്തത് അവനെ സംബന്ധിച്ച് പറയുന്നതാണ് ഗീബത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചു തന്നല്ലോ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അൽ ഗീബതു ഹിയ ദിക്റുകൽ ഇൻസാൻ ബിമാ ഫീഹി മിമ്മാ യക്റഹ്, ഒരാളെ കുറിച്ച് പറയലാണ് അവനിൽ ഉള്ള കാര്യം. ഇല്ലാത്തത് പറഞ്ഞാൽ കളവാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉള്ളത് തന്നെ പറയലാണ്. ഏതിനൊക്കെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ഗീബത്തിന്റെ വകുപ്പുകൾ? സവാഉൻ കാന ഫീ ബദനിഹി, അവന്റെ ശരീരത്തെ സംബന്ധിച്ച് അവനെ താറടിക്കാൻ വേണ്ടി അവന്റെ ശരീരത്തെക്കുറിച്ച് ഗീബത്ത് പറയുക. ഔ ദീനിഹി, അവന്റെ ദീനിനെ കളിയാക്കിക്കൊണ്ട് പറയുക. ഔ ദുനിയാഹു, അല്ലെങ്കിൽ അവന്റെ ദുനിയാവിനെ സംബന്ധിച്ച്. ഔ നഫ്സിഹി, അവന്റെ സ്വന്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവന്റെ ശരീരപ്രകൃതിയെക്കുറിച്ച്. ഔ ഖൽഖിഹി, അവന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, അവന്റെ ശരീരഘടനയെ സംബന്ധിച്ച്. ഔ ഖുലുഖിഹി, അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തെക്കുറിച്ച്. ഔ മാലിഹി, അല്ലെങ്കിൽ അവന്റെ സമ്പത്തിനെ കുറിച്ച്. ഔ വലദിഹി, അല്ലെങ്കിൽ അവന്റെ മകനെ കുറിച്ച്. ഔ വാലിദിഹി, അല്ലെങ്കിൽ ഉപ്പയെക്കുറിച്ച്, പിതാവിനെ കുറിച്ച്. ഔ സൗജിഹി, അല്ലെങ്കിൽ അവന്റെ ഭർത്താവിനെ സംബന്ധിച്ച്, ഇണയെ സംബന്ധിച്ച്. ഔ ഹാദിമിഹി, അവന്റെ സേവകനെ കുറിച്ച്. ഔ മംലൂക്കിഹി, അവന്റെ അടിമയെക്കുറിച്ച്. ഔ ഇമാമത്തിഹി, അവന്റെ തലപ്പാവിനെ സംബന്ധിച്ച്. ഔ സൗബിഹി, അവന്റെ വസ്ത്രത്തെക്കുറിച്ച്. ഔ മിഷ്യത്തിഹി, അല്ലെങ്കിൽ അവന്റെ നടത്തത്തെക്കുറിച്ച്. വഹറകത്തിഹി, അല്ലെങ്കിൽ അവന്റെ ചലനത്തെ സംബന്ധിച്ച്. വബശാശത്തിഹി വഖലാഅത്തിഹി വഉബൂസിഹി വതലാഖത്തിഹി ഔ ഗൈരി ദാലിക മിമ്മാ യതഅല്ലഖു ബിഹി, അവന്റെ ചിരിയെ സംബന്ധിച്ച്, അവൻ മുഖം ചുളിക്കുന്ന സ്വഭാവമുള്ളതാണെങ്കിൽ അതിനെ സംബന്ധിച്ച്. ഇനി അവൻ കുറച്ച് കച്ചറയാണെങ്കിൽ അവന്റെ കച്ചറയെ സംബന്ധിച്ച്, അവന്റെ മോശത്തരത്തെ സംബന്ധിച്ച് പറയുക. ഇങ്ങനെയുള്ള അവനുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചൊക്കെ മോശം പറഞ്ഞാൽ ഗീബത്താണ്. എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു, എല്ലാം പറഞ്ഞു. അതിൽ അവനുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, അവന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാരെ കുറിച്ച് പറഞ്ഞാൽ, അവന്റെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ, അവന്റെ വേഷവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒക്കെ ഗീബത്താണ്. അത് എങ്ങനെ നാവ് കൊണ്ട് പറയണമെന്നില്ല. സവാഉൻ ദക്കറതഹു ബിലഫ്ദിക ഔ കിതാബിക, നീ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞാലും ശരിയാണ്, ഗീബത്താണ്.
ഇനി എഴുതി പറഞ്ഞാലോ ഗീബത്താണ്. എഴുത്തിലൂടെ എഴുതാനൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, സോഷ്യൽ മീഡിയകൾ. എഴുതി വിട്ടാൽ ഗീബത്താണ്. ഔ റമസ്ത ഔ അശർത ഇലൈഹി ബിഐനിക്, ഇനി എഴുതണ്ട, സംസാരിക്കണ്ട, നിന്റെ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ഔ യദിക ഔ റഅസിക ഔ നഹ്വി ദാലിക്, നിന്റെ തല കൊണ്ടോ നിന്റെ കൈ കൊണ്ടോ നിന്റെ കണ്ണുകൊണ്ടോ ഒക്കെ ആംഗ്യം കാണിച്ചുകൊണ്ടും ഗീബത്ത് പറയാം. സംസാരിച്ചു കൊള്ളണം എന്നില്ല, നാവ് ചലിപ്പിക്കണം എന്നില്ല, എഴുതി പറയാം. എഴുതിയാലും ഗീബത്താവും. ഒരാളെ കുറിച്ച് അവനിലുള്ളത് അവനെ മോശമാക്കി എഴുതിയാൽ, അവന് ഇഷ്ടമില്ലാത്തത്, അത് ആംഗ്യ രൂപത്തിലായാലും ഇതൊക്കെ ഗീബത്താണ്. എത്ര ശ്രദ്ധിക്കണം നമ്മൾ ഈ വിഷയം. ഇതൊക്കെ ഗീബത്തിൽ പെടുമെന്നാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തെ നമ്മൾ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല. ഇത് വലിയ വിഷയമാണ്, നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു എന്തുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം. ഇത് വൻ പാപമാണ്, ചെറിയ പാപമല്ല എന്ന് പറഞ്ഞല്ലോ. ഇതിൽ രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങളുണ്ട്. അത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞാൽ അതിന്റെ നഷ്ടം നമ്മൾക്കാണ്. നമ്മുടെ സൽക്കർമ്മമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിച്ച കർമ്മമാണ് നമ്മൾ അവന് കൊടുക്കുന്നത്. അവൻ നമ്മളിൽ സൽക്കർമ്മമില്ലെങ്കിൽ അവന്റെ ചിന്മയാണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത് നാളെ പരലോകത്ത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ ഇതിന് സഹായകമാകുന്ന മറ്റൊന്നാണ് നമ്മൾ വ്യക്തികളെ കുറിച്ചുള്ള സംസാരമേ കുറക്കുക. വ്യക്തികളെ കുറിച്ചുള്ള സംസാരം കുറച്ചാൽ ഗീബത്തും കുറയും. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അഖില്ല മിൻ മഅരിഫത്തിൻ നാസ്, ജനങ്ങളെ കുറിച്ച് അറിയുന്നത് നീ കുറക്കുക. അവനെങ്ങനെയാണ്, അവന്റെ അവസ്ഥ എന്താണ്, അവനെന്താ അവന്റെ അവസ്ഥ, അവൻ എങ്ങനെയുള്ളവനാണ്, അത് നീ കുറക്കുക. തഖില്ല ഗീബത്തുക, എങ്കിൽ നിന്റെ ഗീബത്തും കുറയും. ആളുകളെ കുറിച്ച് അറിയുന്നത് നീ കുറക്കുക. ചില ആളുകൾക്ക് വ്യക്തികളെ കുറിച്ച് അന്വേഷിക്കുന്ന വലിയ താല്പര്യമായിരിക്കും, അവനിൽ ഗീബത്ത് എന്ന് പറയുന്ന സ്വഭാവം കൂടുതലായിരിക്കും. അതാണ് സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം മഹാനായ താബിഈയാണ്, അദ്ദേഹം പറഞ്ഞത് കാണാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇന്ന അക്തറൻ നാസി ഖതായ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാപം ചെയ്ത ആളുകൾ, തിന്മ ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അക്തറുഹും ദിക്റൻ ലി ഖതായൻ നാസ്, ജനങ്ങളുടെ തിന്മയെക്കുറിച്ച് ധാരാളമായി പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ തിന്മ ചെയ്ത ആളുകൾ. ജനങ്ങളുടെ തിന്മ ഇങ്ങനെ അവൻ പറഞ്ഞെടുക്കും, അവൻ അത് ചെയ്യുന്നവനാണ്, ഇവനിത് ചെയ്യുന്നവനാണ്, അവൻ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പാടിപ്പറഞ്ഞ് നടക്കുന്ന ആളായിരിക്കും ഏറ്റവും കൂടുതൽ തിന്മയുള്ള ആൾ എന്ന് മുഹമ്മദ് ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾക്കൊരു മാറ്റമുണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അതിലൊന്നാണ് വ്യക്തികളെ കുറിച്ചുള്ള സംസാരം നമ്മൾ കുറക്കുക. വ്യക്തികളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അതിനുള്ള വലിയ പരിഹാരമാണ്. ജനങ്ങൾ തിന്മ ചെയ്തു, അതിനുള്ള കുറ്റം അവർക്കുണ്ടാകും. അവർ അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിച്ചാൽ അള്ളാഹു അത് പുറത്തു കൊടുത്തേക്കാം. നമ്മൾ അതിലിടപെടേണ്ട കാര്യമില്ല. നമ്മൾ ഇടപെടേണ്ട വിഷയങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മളത് പറയും. പക്ഷെ പൊതുവെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ നിന്ന്, വ്യക്തികളെ കുറിച്ച് അറിയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.